everyone, welcome back to our channel. iamilhan. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വാട്ടർ ലില്ലിയുടെ ഇലകൾ വെച്ചിട്ട് അതിൽ നിന്നും തൈകൾ ഉണ്ടാക്കി പുതിയ ചെടികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ചെറിയൊരു ആമ്പലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇലകളിൽ നിന്ന് ഞാൻ തൈ ഉണ്ടാക്കിയതാണ് നിങ്ങളെ കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഇത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ചെയ്ത് സക്സസ് ആയതുകൊണ്ട് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ എൻ്റെ വാട്ടർ ലില്ലി. ഇത് നേരത്തെ എന്താ പറയുക നിറയെ പൂക്കളുണ്ടായിരുന്നു. നിറയെ പൂക്കൾ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും പൂക്കളുണ്ടാവുന്നൊരു വാട്ടർ ലില്ലിയാണിത്. നല്ലൊരു കളറിലുള്ള പൂക്കളാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ എന്താ പറയുക ഇലയിൽ നിന്നും തൈകൾ ഉണ്ടാക്കുന്നത് ഈ ഇല കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഇല കണ്ടോ, ഇതിൻ്റെ ഈ നടുഭാഗത്ത് ഒരു ഡോട്ട് പോലെ കാണുന്നില്ലേ, അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ തൈ ഉണ്ടാവാനുള്ള തൈയാണ് ആയിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ തൈ. അപ്പോൾ ഇത് നമ്മൾ പറിച്ചിട്ട് ഇതിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വലുതാവട്ടെ, നമുക്ക് പറിച്ച് വയ്ക്കാറായിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ വേറൊരെണ്ണം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിപ്പോൾ ഇതിൻ്റെ ഇല നിറയെ പുഴു ഇങ്ങനെ തിന്നിട്ട് ഇതിങ്ങനെ പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളയാം. കണ്ടില്ലേ, ഇല മുഴുവൻ പുഴു തിന്നതാണ് കേട്ടോ. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഒരു തൈ കിട്ടും, ഈ ഒരു ഇത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഇലയുടെ ഈ ഒരു ഭാഗത്ത് വെച്ച് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഭാഗം നമുക്കിങ്ങനെ വെള്ളത്തിൽ വെച്ച് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ അത് വെള്ളത്തിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതൊരു തൈ ആയിട്ട് മാറും. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ വെച്ച ആ ഒരു ഇലയിൽ നിന്നും തൈ മുളച്ചിട്ട് ഇത്രയും വലുതായിട്ടുണ്ട്. നിറയെ കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ ആയിട്ട് നല്ലൊരു തൈയായിട്ട് ഇത് ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ വെച്ച ഇല പഴുത്ത് അത് ചീഞ്ഞ് പോകും, പക്ഷെ അത് കുഴപ്പമില്ല. അതിൽ നിന്നുള്ള തൈ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പുതിയ ഒരു ചെടിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ഞാനിത് തൈ നടാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പം ഇപ്പം ഇത് നടാനെടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഞാൻ 2 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ രണ്ടാമത് വെച്ച ഒരു ഇലയാണ്. അതിൽ നിന്ന് വന്ന ഒരു തൈയാണിത്. ഇത് ചെറിയൊരു തൈ തന്നെയാണ്, കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ആദ്യം വെച്ച ആ ഒരു പ്ലാന്റ് ആ ഒരു തൈ വളർന്നതേ ഇത്രയായിട്ടുണ്ട്. അത്യാവശ്യം ഇലകളൊക്കെ നല്ല നീളത്തിൽ വളർന്നു വന്നിട്ടുണ്ട്. ഒരു ചെറിയ ആമ്പൽ തൈ തന്നെ ആയിട്ട് മാറിയിട്ടുണ്ട് അത്. പിന്നെ നമുക്കിത് നട്ടുവയ്ക്കാം. ഞാനിത് നടാനായിട്ട് ഒരു ടെറാക്കോട്ടയുടെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ടെറാക്കോട്ടയുടെ ചട്ടി എടുക്കുമ്പോൾ ഒരു സംശയം തോന്നും, ഇതിനകത്ത് വെള്ളം വലിച്ചെടുക്കില്ലേ, ഈ ചട്ടി വെള്ളം വലിച്ചെടുക്കില്ലേ എന്ന്. പക്ഷേ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഈ ടെറാക്കോട്ടയുടെ ചട്ടികളിൽ വാട്ടർ ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ. ഇതൊരു ചെറിയ ചട്ടിയാണ് കേട്ടോ, അധികം പൊക്കമില്ലാത്ത ഒരു ചെറിയ ചട്ടിയാണ്. ഹോളില്ലാത്തൊരു ചട്ടി എടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചട്ടിയിലാണ് ഞാനിത് നടുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ അടിവളമായിട്ട് ഞാൻ ചേർക്കുന്നത് എല്ലുപൊടിയും ചാണകപ്പൊടിയുമാണ്. അത് രണ്ടും മാത്രം ചേർത്താൽ മതി. അത് അടിവളമായിട്ട് ചേർക്കുക. അതിനുശേഷം ഞാൻ ചേർക്കുന്നത് ഗാർഡൻ സോയിലാണ്. നമ്മൾ ചെളിയോ അങ്ങനത്തെ ഒന്നും ചേർക്കണമെന്നൊന്നുമില്ല. നമ്മുടെ പറമ്പിൽ കിട്ടുന്ന ആ മണ്ണുണ്ടല്ലോ, അത് തന്നെ ചേർത്താൽ മതി. ഞാൻ അതാണ് ഇട്ടിരിക്കുന്നത്. അതും കൂടെ ഇട്ടിട്ട് മണ്ണൊന്ന് നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ച് കൊടുത്തു. കാരണം വെള്ളം ഒഴിക്കുമ്പോൾ അത് പൊങ്ങി പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ നമ്മൾ എടുത്ത 2 തൈയും കൂടി ഇതിനകത്തേക്ക് നട്ട് കൊടുക്കുക. അപ്പോൾ ഒരു തൈ ഞാൻ നടുക്ക് വെച്ചിട്ട് ഒരു തൈ സൈഡിൽ, അങ്ങനെയാണ് നട്ട് കൊടുത്തത്. അപ്പോൾ ഈ ചെടി നട്ടതിന് ശേഷം നമുക്ക് അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. അത്രയും മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ആമ്പലും താമരയൊക്കെ നടുന്ന ആ ഒരു ഇതിൽ തന്നെ. പിന്നെ താമര നടുമ്പോൾ നമ്മൾ സൈഡിലാണ് നടുന്നത് എന്ന് മാത്രം, ചട്ടിയുടെ സൈഡിലാണ് നടുന്നത്. ഇത് നമ്മൾ നടുക്ക് തന്നെ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നട്ട് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ എങ്ങനെയാവും എന്നറിയില്ല, അത് നമുക്ക് നോക്കാം. നമ്മൾ ആമ്പൽ നട്ടതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നല്ല ഭംഗിയിൽ ആമ്പൽ നന്നായിട്ട് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിറയെ ഇലകളൊക്കെ വന്ന് പൂക്കളൊക്കെ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇതെങ്ങനെ ആവും എന്നുള്ളത്. ഇന്ന് നവംബർ 22-ാം തീയതിയാണ് കേട്ടോ. അപ്പോഴേക്ക് നോക്കിക്കേ, നമ്മുടെ ആമ്പലിലെ ആദ്യത്തെ പൂ വിരിഞ്ഞിരിക്കുകയാണ്. എന്ത്
എന്ത് ഭംഗിയാണെന്ന് നോക്കൂ ഈ ഒരു പൂ കാണാനായിട്ട്. ഇതിൻ്റെ കളറും നല്ല ചെറിയ പൂവാണ്, എന്നാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ആമ്പൽ മുഴുവൻ നന്നായിട്ട് വളർന്ന് ഇലകളൊക്കെ നിറയായി നല്ലൊരു ആമ്പൽ ചെടിയായിട്ട് മാറിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫസ്റ്റ് പൂവാണ്. അപ്പോൾ ഇതിൻ്റെ ബഡ് വന്നിട്ട് കുറച്ച് ദിവസമായി. ഇന്നാണ് അതിൻ്റെ പൂ വിരിയുന്നത്, കണ്ടോ. അപ്പോൾ ചെറിയൊരു ചട്ടിയിൽ നമ്മൾ നട്ട ആ ഒരു ചെറിയ തയ്യ് വളർന്ന് വലുതായി പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ നഴ്സറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ചെടി വാങ്ങിക്കൊണ്ട് വെച്ച് അതിലൊരു പൂ ഉണ്ടാകുന്നതിനേക്കാൾ സന്തോഷമാണ് നമുക്ക് നമ്മളുണ്ടാക്കിയ ഒരു തൈയിൽ വളർന്ന് അതിൽ നിന്നൊരു പൂവുണ്ടായി കാണുന്നത്. നമ്മൾ ഈ ഒരു തൈ നട്ടതിന് ശേഷം 35ാമത്തെ ദിവസമാണ് ഈ ഒരു പൂവ് വിരിയുന്നത്. ബഡ് വന്നിട്ട് കുറച്ച് ദിവസമായി, പൂ വിരിയുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ഈ ചെടി വളർന്ന് വലുതായി പൂവുണ്ടായി കാണാനായിട്ട് പറ്റി. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ എവിടെന്നെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള ചെടികളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ഒരു തൈ കിട്ടുകയാണെങ്കിൽ, ഇങ്ങനത്തെ ഒരു ഇല മതി നിങ്ങൾക്ക് ഒരു പുതിയ തൈ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വാട്ടർ ലില്ലി ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇല കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ നിന്നൊരു തൈ ഉണ്ടാക്കി പുതിയൊരു ചെടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണിലോ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.